യേശുവേ നന്ദി. ഞാനിന്ന് ഈ സാക്ഷ്യം പറയാൻ ഇന്നത്തെ ആ ഒരു ഡേറ്റ് തന്നെ വലിയൊരു അത്ഭുതമാണ്. കഴിഞ്ഞ ആഗസ്റ്റ് 6-ാം തീയതി കുവൈറ്റിലേക്ക് ഞാൻ പോയി. 7-ാം തീയതി അവിടെ ചെന്ന് അന്ന് തന്നെ ജോലിക്ക് കയറാൻ പറ്റി. അപ്പം 7, 8, 9 3 ദിവസം എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ഏജൻറ്റ് പറഞ്ഞു പോയ ഒരവസ്ഥയൊന്നും അല്ലായിരുന്നു എനിക്ക് അവിടെ ചെന്നപ്പം അനുഭവിച്ചത്. അങ്ങനെ ആ ഒരു 3 ദിവസം ആ വീട്ടിൽ നിൽക്കേണ്ട അവസ്ഥ, ഭയങ്കരമായ ജോലി, സമയത്തിന് ഫുഡില്ല, പിന്നെ അവർ സമയം കഴിഞ്ഞ് തരുന്ന ആഹാരം പോലും നമുക്ക് ഫസ്റ്റ് ടൈം കഴിക്കുന്നതായിട്ട് നമുക്ക് പിടിക്കുന്നില്ല. അപ്പോൾ ഛർദിൽ, ശരീരം കൊണ്ടൊന്നും ഒട്ടും നിൽക്കാൻ പറ്റില്ല. എങ്കിലും ഭയങ്കര കഷ്ടപ്പാടിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തെ വിളിച്ച് എങ്ങനെയെങ്കിലും ഒരു 3 ദിവസം അവിടെ തികച്ചു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഓഫീസിൽ പോകണം, എന്നെ തിരിച്ച് കൊണ്ടാക്കാൻ പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു ഓക്കെ 10-ാം തീയതി കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാവിലെ ഞാൻ വെള്ളം കുടിച്ചാണ് ഈ 3 ദിവസം കൂടുതൽ നിന്ന്, ഫുഡ് കഴിക്കാത്ത ക്ഷീണം, ജോലി ഭാരം, അങ്ങനെ ഒത്തിരി ഭാരപ്പെട്ട് ഞാനിങ്ങനെ രാവിലെ റെഡിയായി ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ യൂട്യൂബ് ഒന്ന് ഓണാക്കിയപ്പം ഇവിടുത്തെ പ്രെയർ നടക്കുമായിരുന്നു. അപ്പം സിസ്റ്റർ വർഷിപ്പ് ചെയ്യുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ രാജ്യങ്ങളിരുന്നുകൊണ്ട് ഈ അഭിഷേകം നിന്നെ തൊടുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ഞാൻ ആ അവശതയെ കടന്ന് ഞാൻ എൻ്റെ ശരീരത്ത് ആ വൈബ്രേഷൻ എനിക്ക് അനുഭവപ്പെട്ട് ഞാൻ ചാടി എഴുന്നേറ്റ് കർത്താവേ അത് എനിക്കാണെന്നും പറഞ്ഞ് ഞാൻ എഴുന്നേറ്റു. എന്നിട്ട് ഞാൻ പിന്നെ എഴുന്നേറ്റിരുന്ന ആരാധനയോട് കണ്ടുകൊണ്ടിരുന്നപ്പം പിന്നെ പാസ്റ്റർ കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത് പാസ്റ്റർ ഒരു വാക്ക് പറഞ്ഞു, നീ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു വെള്ള ഗ്ലാസ് ഡോർ തള്ളി നീ പുറത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ഒരൊറ്റ വാക്ക് ഞാൻ ഏറ്റെടുത്ത്, കർത്താവ് ഇത് എനിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്ക് സാഹചര്യം എല്ലാം മോശമാണ്, എനിക്ക് ഒരിക്കലും പെട്ടെന്ന് കയറി വരാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ആ വാക്കിനെ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവർ എന്നെ ഓഫീസിൽ 10-ാം തീയതി ഈ പ്രെയർ തീർന്നതിന് ശേഷമാണ് അവിടുത്തെ ബാവ എന്നെ ഓഫീസിൽ കൊണ്ടാക്കുന്നത്. ഓഫീസിൽ കൊണ്ടാക്കി എന്നെ 3-4 പേര് താങ്ങിയാണ് ആ ഓഫീസിൻ്റെ ആ റൂമിലേക്ക് കൊണ്ടുപോകുന്നതും. അങ്ങനെ അവിടെ ചെന്ന് ഒരു 2-3 ദിവസം ഞാൻ ഇങ്ങനെ കിടന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നാട്ടിൽ പോയാൽ മതി. അവർ പറഞ്ഞു വിടില്ല, 2.5 ലക്ഷം രൂപ ഇവിടെ അടച്ചിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഈ പൈസ ഇല്ല, ഫ്ലൈറ്റ് എങ്ങനെയെങ്കിലും എടുപ്പിക്കാം, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. ഒരു സാഹചര്യം ഇല്ലാത്തിരുന്ന കർത്താവ് അത്ഭുതകരമായി എന്നെ പുറത്തു കൊണ്ടുവന്നു. അപ്പം ഞാൻ റൂമിലിരുന്ന് ശരിക്കും മുട്ടുകുത്തി പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെ കൂടെയുള്ള മലയാളികൾ പറഞ്ഞു നമുക്കെല്ലാം പോകണമെന്നുണ്ട്, പക്ഷേ നമുക്ക് ഇത്രയും പൈസ ഇല്ലല്ലോ അടയ്ക്കാൻ. അപ്പം നീ ഇരുന്ന് പ്രാർത്ഥിച്ചാലും പൈസയ്ക്ക് പൈസ വേണ്ടേന്ന്. അപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും ആ ബാത്റൂമിൽ ചെന്നിരിക്കുമ്പോഴും ഞാൻ അവിടെ മുട്ടുകുത്തും, കർത്താവെ വഴി തുറക്കണേ, ഞാൻ കേട്ട ആ ദൂത് എൻ്റെ ജീവിതത്തിൽ നിറവേറണമെന്നും പറഞ്ഞു. അങ്ങനെ അപ്പം ഞാൻ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വെളിയിലുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞു എംബസിയായിട്ട് കോൺടാക്റ്റ് ചെയ്യുക, അപ്പം പൈസ അടയ്ക്കേണ്ടി വരത്തില്ല, നിനക്ക് പുറത്ത് വരാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എംബസിയായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കുകയും ചെയ്തു. ഇപ്പം നമ്മുടെ ആ റൂമിൽ തന്നെ ഒരു വ്യക്തി മാഡത്തോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ മാഡം റൂമിൽ വന്നിട്ട് ശരിക്കും എൻ്റെ ഫോണൊക്കെ വാങ്ങിച്ച് സിമ്മെല്ലാം ഊരിയെടുത്ത് എനിക്ക് പുറത്തോട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി. അപ്പോൾ എന്നിട്ട് എൻ്റെ റൂമിലും ഞങ്ങളൊരു മലയാളികൾ 5-6 പേര് ആ റൂമിലുണ്ടായിരുന്നു. അടുത്ത റൂമിൽ ശ്രീലങ്കക്കാരായിരുന്നു. അപ്പോൾ ആ റൂമിലിരുന്നിട്ട് അവരോട് പറഞ്ഞു, എന്നോടും അവർ മിണ്ടാൻ സമ്മതിക്കില്ല, ഞാൻ അവരോടും മിണ്ടാൻ സമ്മതിക്കില്ല. പിന്നെ എൻ്റെ സിം ഊരിയെടുത്ത് വൈഫൈ കണക്റ്റ് ആക്കി തരല്ലോ എന്നൊക്കെ അവർ പറഞ്ഞ് അവർ ഇറങ്ങിപ്പോയി. അപ്പോൾ അവർ പോകുന്ന സമയത്ത് പക്ഷേ ഇവരെനിക്ക് കണക്ട് ചെയ്ത് തരും. അങ്ങനെയാണ് ഞാൻ നാട്ടിലോട്ട് വിളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ വീട്ടിൽ വിളിച്ച് ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല കർത്താവ് എങ്ങനെയാണ് അവിടെ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചതെന്നും. എൻ്റെ കൂടെയുള്ള 2 പേര് നാട്ടിൽ കയറി വന്നു. അവർ 2.5 ലക്ഷം രൂപയും ഫ്ലൈറ്റ് ചാർജും എല്ലാം അടച്ചിട്ടാണ് കയറി വന്നത്. പക്ഷേ ആ സ്ഥാനത്ത് 1 രൂപ പോലും ഇല്ലാതെ എൻ്റെ കർത്താവ് എന്നെ പുറത്ത് കൊണ്ടുവന്നു. അവിടുന്ന് ശ്രീലങ്ക വഴി കണക്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോഴും അവർ നാട്ടിലോട്ട് എൻ്റെ സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഫ്ലൈറ്റ് എടുത്തോ എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്നോട് പറയുന്നില്ല, ആ പോകുന്ന കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പാണ് റെഡിയാവ്, നിൻ്റെ ഫ്ലൈറ്റിൻ്റെ ടൈമാണ്. പക്ഷേ ഞാനിത് ഇടയ്ക്ക് വെച്ച് അറിയുന്നുണ്ട്, എൻ്റെ സഹോദരനുമായിട്ട് ഞാൻ കണക്റ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവിടെ എല്ലാം ഞാൻ ദൈവത്തോട് ഒത്തിരി നന്ദി പറയുക. കാര്യം ഒരിക്കലും എനിക്ക് അവിടെ നിന്ന് ഇപ്പം കയറി വരാൻ പറ്റത്തില്ലായിരുന്നു, ഇത്രയും സാമ്പത്തികം ഇല്ലാതെ. ആ സ്ഥാനത്ത് ദൈവം എന്നെ പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ കുവൈറ്റിലെ എയർപോർട്ടിൽ വരുമ്പോഴും കർത്താവ് ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് ഈ കണക്റ്റഡ് ഫ്ലൈറ്റ് എനിക്ക് ഒരു പരിചയമില്ല, എന്താണെന്നൊന്നും അറിയാൻ വയ്യ, കർത്താവിൻ്റെ ദൂതനെ എൻ്റെ കൂടെ വിടണേന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ കയ്യിൽ 1 രൂപയില്ല. അപ്പോൾ ഞാൻ ആ എയർപോർട്ടിൽ വന്ന് ബോഡി പാസ് എടുക്കാനായിട്ട് നിന്ന സമയത്തും ഒരു സഹോദരന് എൻ്റെ അടുത്ത് വന്ന് നിന്ന് സംസാരിച്ച്, കറക്റ്റ് കർത്താവ് എനിക്ക് വേണ്ടി അയച്ചൊരു ദൂതൻ തന്നെയായിരുന്നു. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്നോട് എന്താ സാഹചര്യം ഇങ്ങനെ പെട്ടെന്ന് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാനിതെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് എനിക്ക് നിറച്ച് ഫുഡ് വാങ്ങിച്ച് തന്നു. ഒന്നിച്ച് ഞങ്ങൾ ട്രിവാൻഡ്രം വരെ ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് വന്നപ്പം എന്നോട് പറഞ്ഞ് പോയി ഫ്രഷായിട്ട് വാ, ബാഗൊക്കെ എൻ്റെ അടുത്ത് വെച്ചേക്കാൻ പറഞ്ഞു. ഞാൻ ബാഗെല്ലാം ആ പുള്ളിക്കാരൻ്റെ അടുത്ത് വെച്ചിട്ട് ഫ്രഷായിട്ട് തിരിച്ച് വന്നപ്പോഴത്തേനും എനിക്ക് ഫ്ലൈറ്റിലിരുന്നപ്പോഴെല്ലാം കർത്താവ് ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ മക്കൾക്കൊരു ചോക്ലേറ്റ് പോലും എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമമായിരുന്നു.
പക്ഷെ ഞാൻ ഫ്രഷായി തിരിച്ച് വന്നപ്പോഴത്തേനും എൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള സകല സാധനവും വാങ്ങിച്ച് എൻ്റെ ബാഗിൽ വെച്ച് തന്നു. എന്നിട്ട് ആ ട്രിവാൻഡ്രത്ത് വന്ന് ആ വെള്ള ഗ്ലാസ് ഡോർ തള്ളി തുറന്നപ്പോൾ ഞാൻ അവൻ്റെ കർത്താവെ, ഞാൻ പാസ്റ്ററൂടെ കേട്ട ദൂതാണ് ഇവിടെ നിവർത്തീകരിക്കുന്നത്. ഞാൻ ദൈവത്തോട് ഒത്തിരി നന്ദി പറഞ്ഞു. തിരിച്ച് വന്നിട്ട് എനിക്ക് എൻ്റെ ജോലി കയറാൻ പറ്റുമെന്ന് എനിക്ക് സംശയമായിരുന്നു. അവിടെയും കർത്താവ് അത്ഭുതം ചെയ്ത് എനിക്ക് ജോലിക്ക് കയറാൻ പറ്റി. ഈ ഒരു സാക്ഷി ഞാൻ എപ്പോൾ വന്ന് പറയണമെന്ന് വിചാരിച്ച് ഞാൻ 2-3 ദിവസത്തിന് മുമ്പ് പാസ്റ്ററെ വിളിച്ച് പറയുന്നത്. പക്ഷേ ഇതേ ഒരു ദിവസമാണ് ഞാൻ ദൂത് കേട്ടത്, 10-ാം തീയതി. എനിക്ക് ഇന്ന് ഈ സാക്ഷി ഈ ദൈവസന്നിധി പറയുമ്പോൾ തന്നെ കർത്താവെ, ഞാൻ അവിടെ അനുഭവിച്ച അവസ്ഥകൾ, ഫുഡില്ല, ജോലിയുടെ കഷ്ടപ്പാടെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ നടന്നില്ല. അവിടെ നിന്നിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ട്രാപ്പിലൊക്കെ പോയി വീണേനായിരുന്നു. പക്ഷെ അവിടെ ഒന്നും എൻ്റെ കർത്താവ് എന്നെ കൊണ്ടിടാതെ എൻ്റെ നാട്ടിൽ എൻ്റെ മക്കളുടെ അടുത്ത് എൻ്റെ കുടുംബത്തിനോടൊത്ത് നിൽക്കാൻ എനിക്ക് ദൈവം ഒരുക്കി. ദൈവത്തിന് ഒത്തിരി നന്ദി.